സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിൽ ഒന്നിലെങ്കിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരെ പ്രസിഡന്റാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന അയ്യങ്കാളി ജയന്തി ദിനാഘോഷത്തിനിടെ ദേവസ്വം മന്ത്രി കെ മുരളീധരനെ വേദിയിലിരുത്തിയാണ് എം പി ഈ ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ ഭരണസമിതിക്ക് ഇനി 1 വർഷത്തെ കാലാവധിയുണ്ടെന്നും അതിനുശേഷം ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി മറുപടി നൽകി. കൊടിക്കുന്നിലെ ഒരാവശ്യവും തള്ളിക്കളയാറില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ 5 ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു ടൈമെങ്കിലും എല്ലാ കാലത്തും വേണമെങ്കിലും പറയുന്നില്ല. ആ പദവിയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അത് പരിഗണിക്കണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാറ്. ഇനി 1 കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ കണ്ടിന്യൂ അതിനൊക്കെ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അല്ല, പിന്നെ അദ്ദേഹം ഒരു സീനിയർ നേതാവ് കൂടിയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ അങ്ങനെ തള്ളാൻ ഗവൺമെന്റിന് കഴിയില്ല. ഏതായാലും നമുക്ക് ആലോചിക്കാം. ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ എല്ലാ ചെയർമാന്മാരും സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ച് 1 കൊല്ലത്തിൽ കൊച്ചി ദേവസ്വം മാത്രമാണ് 8 മാസമുള്ളത്. ബാക്കിയെല്ലാം 1 കൊല്ലത്തിന് മേലെയില്ല. കൊടിക്കുന്നിലിന്റെ ഒരു കാര്യം ഞാൻ തള്ളിക്കളയാറില്ലല്ലോ. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ അയ്യങ്കാളി ജയന്തി ദിനത്തിലാണ് ഇങ്ങനെയൊരു ആവശ്യം കൊടുക്കുന്നത് ഉന്നയിക്കുന്നത്. അതിലൊരു ഉറപ്പ് കെ മുരളീധരൻ നൽകുന്നത് എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, വെള്ളയമ്പലത്ത് നടന്ന അയ്യങ്കാളി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് തന്നെ ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ കെ മുരളീധരൻ സംസാരിച്ചിരുന്നു. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തതെന്നാണ് അദ്ദേഹം കോട്ട് ചെയ്ത് സംസാരിച്ചത്. അതിൽ വെള്ള ഈശ്വരനെ ആണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷെ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. കാരണം 77 വരെ അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്താണ് അന്ന് കേരളത്തിൽ ആദ്യമായി ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നും വെള്ളയിൽ ഈശ്വരൻ ആദ്യമായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. പിന്നീട് 77 മാർച്ച് 25-ന് കരുണാകരൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ വെള്ളയിൽ ഈശ്വരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ എന്തായാലും ഈ വേദിയിൽ വെച്ച് അങ്ങനെ അദ്ദേഹം സംസാരിച്ചതിന് പിന്നാലെയാണ് തൊട്ടു പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ 40-50 വർഷക്കാലം കേരളത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി സ്ഥാനം പോലും ഏറ്റവും ഒടുവിലാണ് ലഭിച്ചത് തന്നെ. അതിൽ തന്നെ ദേവസ്വം വകുപ്പ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ചെയർമാൻമാരോ 5 ദേവസ്വം ബോർഡ് സംസ്ഥാനത്തിലുണ്ട്. ആ തലത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഇന്നുവരെ ആരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു പരിഭവം തന്നെയാണ് അദ്ദേഹം ഈ വേദി പങ്കിടുമ്പോൾ സൂചിപ്പിച്ചത്. ഇനി വരുന്ന ഒരു കാലത്ത് അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നൊരു ആവശ്യം ദേവസ്വം വകുപ്പ് മന്ത്രി ഇരിക്കുന്ന അതേ വേദിയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നിലവിൽ 12 MLA-മാർ തങ്ങളുടെ സമുദായത്തിൽ നിന്നുണ്ട്, 2 MP-മാരുണ്ട്. ഈ ഓണം വാരാഘോഷത്തും കഴിഞ്ഞതിന് ശേഷം അവരെ അടിയന്തരമായിട്ട് അവരുടെ യോഗം വിളിച്ചു ചേർത്ത് അവർക്ക് പറയാനുള്ളത് അവരുടെ സമുദായത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സർക്കാർ കേൾക്കാൻ തയ്യാറാകണം. പുതുയുഗ പിറവി വാഗ്ദാനം ചെയ്ത സർക്കാർ തങ്ങളുടെ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരണപ്പെട്ട നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്ന് സംസാരിച്ചത്. എന്തായാലും സ്മൃതി, ഇപ്പോൾ കൊടിക്കുന്നിൽ എം പിയുടെ ആവശ്യം പരിഗണിക്കുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ കെ മുരളീധരൻ മാധ്യമങ്ങളോടും പങ്കുവച്ചത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.